എനിക്കല്ലേ ആക്ച്വലി എനിക്ക് ഇങ്ങനെയൊക്കെ പോയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം പ്ലാൻ ചെയ്തിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. ഇവിടെ കൊച്ചിയിലെ ഹോട്ടലിൽ പോയി ക്യാൻഡിൽ ലൈറ്റിലൊക്കെ വെച്ചിട്ട് ഞാൻ കൊളാക്കിയില്ലേ. ഏട്ടൻ കുളമാക്കി. പക്ഷെ ഏട്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം അമ്മയും അച്ഛനും അങ്ങനെയാണ് വന്നത്, ഞാൻ അത് കണ്ടാ വളർന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മള് ഡൗൺ ടൗണില് അവിടെ അന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ എന്താ പറഞ്ഞപ്പോ മുത്ത് പറഞ്ഞു നമുക്കൊന്ന് ഇവിടെ നിന്നാലോ എന്ന് ചോദിച്ചു. പിന്നെ പൈസയും കളഞ്ഞ് ഇവിടെ എറണാകുളത്ത് വീടുള്ളപ്പോ ഈ ഹോട്ടലിൽ നിൽക്കണ അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സ് കുറെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ട്. എനിക്ക് മേ ബി ഞാൻ അങ്ങനെ നമ്മൾക്ക് സംസാരിക്കാനുള്ള സമയങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്ക് ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ഏട്ടൻ്റെ അടുത്ത് പറയണം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, എപ്പോഴും നമുക്ക് ഒരു ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്നും നമുക്ക് കുറെ പേരുള്ളപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്താ പറയാ, ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഹാങ് ഓൺ ചെയ്യുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ടുള്ള 3 ദിവസം. അത് ഞാൻ ചത്താലും ഞാൻ മറക്കില്ല. ഞാൻ അച്ഛൻ മരിച്ചു എന്നൊരു 9 മണിക്ക് രാവിലെ അറിയുന്ന സമയത്ത് 9:15 ഞാൻ ഏട്ടനെ വിളിച്ചു. ഏട്ടാ ഇവരൊക്കെ പറയുന്നു അച്ഛൻ മരിച്ചു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വീട്ടിൽ പോയി കുളിച്ച് ഡ്രസ്സ് മാറി അപ്പം ഇറങ്ങിയതാ. അന്ന് ഇറങ്ങി 3 ദിവസം ബോഡി കത്തിച്ച് കഴിഞ്ഞ് എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തി, ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഏട്ടൻ അവിടുന്ന് പോയത്. ആ ഒരു 3 ദിവസം സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്നെ ഇത്രയും കാര്യമായിട്ട് ഒരാളും നോക്കത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ എന്റെ ഇമോഷണലി എന്നെ ആര് നോക്കുന്നോ എനിക്ക് അപ്പൊ ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഏട്ടൻ്റെ അടുത്ത് ഒരുപാട് അതിന് താങ്ക്ഫുള്ളാണ്. കാരണം എനിക്ക് ആ 3 ദിവസം കിട്ടിയ ഒരു സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അതിന്റെ ബേസിസിലാണ് ഞാൻ ഏട്ടനെ കല്യാണം കഴിച്ചത്. ഇനി അങ്ങോട്ട് എന്ത് സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും ഞാൻ കൂടെ നിൽക്കാൻ പോകുന്നത്. എന്ത് കാര്യത്തിനുള്ളത് ഞാൻ ആ ഒരു 3 ദിവസത്തെ ഏട്ടൻ കാണിച്ച് വേണമെങ്കിൽ ഏട്ടന് പറയാം, ഓക്കെ നമ്മളുടെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല, വന്നു കണ്ടു ബോഡി കണ്ടു തിരിച്ചു പോവാം. പക്ഷെ അങ്ങനെയല്ലാതെ അത്രയും ദിവസം 3 ദിവസം മതി, കൂടുതൽ ദിവസങ്ങളൊന്നും എന്നോടൊന്നും കാണിക്കണ്ട, എനിക്ക് ഒന്നും ചെയ്തു തരണ്ട. പക്ഷെ ആ ഒരു 3 ദിവസം എനിക്ക് എന്നോട് കാണിച്ച അത്രയും ഇതില് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. സുഖങ്ങൾ മാത്രമല്ല ലൈഫ്, വേറെ കുറെ ദുഃഖങ്ങളും അതിന്റെ കൂടെ സന്തോഷങ്ങളൊക്കെ അടങ്ങുന്ന വേറൊരു പരിപാടിയാണ് ശരിക്കുള്ള ജീവിതം എന്ന് മനസ്സിലാക്കി തന്നതായിരിക്കാം ദൈവം. അതിൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കി തരാൻ നീ ഒരു കാരണമായതിന് ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഞാൻ പറഞ്ഞു വന്ന ഇതല്ല, ഞാൻ ആ ടെൻഷൻസോ അല്ലെങ്കിൽ നമ്മൾ കുറെ കണ്ടിട്ടാണ് നമ്മളിപ്പോ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ ലൈഫ്, എങ്കിൽ പോലും ഞാൻ പറയാത്തൊരു കാര്യമുണ്ട്. അത് ഞാനിപ്പോ പറയാം. തമാശയ്ക്കും പറയുന്നതല്ല, അങ്ങനെ വിചാരിക്കരുത്. വേണ്ട ചേട്ടൻ ചുമ്മാ പറയാമെന്ന് വിചാരിക്കരുത്. ഐ ലവ് യു ആൻഡ് യു ആർ സോ ബ്യൂട്ടിഫുൾ. നീ ഭയങ്കര സുന്ദരിയാ. നമ്മുടെ പരിപാടി ഇതല്ല, നമ്മുടെ പരിപാടി വേറെ കുറച്ച് പരിപാടിയാണ്. നമുക്ക് സോറിയും വേണ്ട താങ്ക്സും വേണ്ട, നമുക്ക് ചിൽ മൂഡ്. ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, മുത്തിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. മുത്തിന് ഇഷ്ടമല്ലേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ തരുന്നത്, മറ്റുള്ളവരത്തെ കൊടുക്കുമ്പോഴൊക്കെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ ചേട്ടാ. ഞാൻ ചുമ്മാ പറയുന്നത്, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നു. എന്നാലും മുത്ത് രസമല്ലേ, അതൊരു രസമല്ലേ, വേണ്ടേ? എന്നാ വേണ്ടേ? അല്ല അങ്ങനെയല്ല, ഇഷ്ടമാണ്. അത് പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്ത, എനിക്കെല്ലാം ഇഷ്ടമാണ്. എന്നാ കുറച്ച് ഭയങ്കര വലിയ ഗിഫ്റ്റുകൾ, നിനക്ക് സന്തോഷം വരുന്ന കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്തായാലും. അത് നീ കണ്ടുപിടിക്കും. ക്ലൂ ഉണ്ടോ? ഹോട്ട് കോൾഡ് പറയണം. ഓക്കെ, കണ്ടുപിടിച്ചോ? ചൂട് തണുപ്പും പറയണമെന്ന് അത് ഞാൻ പറഞ്ഞ ഐസ്ക്രീം വായിലിട്ടപ്പോഴേക്കും മുത്തവിടെ എത്തി.
ബാത്റൂമിൽ വെക്കാൻ ബാത്റൂമിൽ മാത്രമല്ല, നമുക്ക് ബെഡ്റൂമിൽ വെക്കാം. ഹായ്, അവിടെ ഹായ്. ഒരു സാധനം കൂടി ഉണ്ട്, നോക്കൂ. അടുത്ത ഗിഫ്റ്റ് നായി അല്ല, അടുത്ത ഗിഫ്റ്റിനായി നിത്യയോട് ചോദിക്കുക. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് നായിനോട് ചോദിക്കാം. അതല്ല, പറഞ്ഞു മാറ്റിച്ചു. ഇവിടെ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ഗിഫ്റ്റ് നായി നിത്യയോടൊന്ന് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത ഗിഫ്റ്റിനായി നിത്യയോട് ചോദിക്കുക. ആ ഗിഫ്റ്റ് തരാം. മാധവി പറയുന്ന പോലെ പറയട്ടെ. ഏട്ടാ വന്ന് വിളിച്ച ഏട്ടാന്ന്. ഏട്ടാ വാ, ഗിഫ്റ്റ് തരാം, വാ മാധവി, വേഗം വാ. മിഞ്ചി നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? വാങ്ങിച്ചത് കുറച്ച് ലൂസായി പോയില്ലേ? മറ്റേ കാലെടുത്ത് വെക്കുമ്പോ ഒരു മിഞ്ചി എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് തന്നു. അത് പക്ഷെ മമ്മിയാ തന്നത്. അത് പക്ഷെ ലൂസായിരുന്നു, എന്റെ സൈസിലുള്ള മിഞ്ചി ആയിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം ഇടാൻ. അപ്പൊ ഞാൻ ഏട്ടൻ്റെ അടുത്ത് കല്യാണത്തിന് മുന്നേ പറഞ്ഞു എനിക്ക് ഒരു മിഞ്ചി വാങ്ങി തരണം കേട്ടോ, ഞങ്ങള് വാങ്ങിയിട്ട് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഏട്ടനോട് കല്യാണം കഴിഞ്ഞപ്പോ വാങ്ങിച്ചതില്ലേ ഏട്ടൻ? അതാ സൂസൻ സൂപ്പറിന്റെ കയ്യിലുണ്ട് അടുത്ത ഗിഫ്റ്റ്. സൂസൻ ചേച്ചി, എന്തായാലും തുറക്കണതിന് മുമ്പ് ഇതിന്റെ ഒരു പരിപാടിയൊക്കെ കണ്ടിട്ട് എന്തെന്ന് തോന്നുന്നു? മുതൽ എന്തൊക്കെ തോന്നുന്നുണ്ട് ഇങ്ങനെ കണ്ടപ്പോ? എനിക്കറിയാം. ഞാൻ പറയട്ടെ ഇതിന്റെ ഷേപ്പ് കണ്ട് ഞാൻ പറയാം. ഇത് ഡോമിനോസിലെ പിസ്സ. ഒരു ചാൻസും കൂടി അതേട്ടാ, അതിന്റെ ബോക്സിന്റെ ഷേപ്പാ. ആണതേ. ഞാനിത് കഴിച്ചിട്ട് 6 മാസത്തിന് മുകളിലായി. അതുകൊണ്ടല്ലേ ഇന്ന് വാങ്ങിച്ചത്. ഞാൻ ഈ ഇടയ്ക്ക് ഏട്ടനോട് പറഞ്ഞില്ലേ? വേറൊന്നും അല്ലാത്തോ, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പോകുമ്പോ എനിക്ക് ഈ സാധനം ഇഷ്ടമേ അല്ലാത്ത കാരണം പിന്നെ അവളത് ഓപ്റ്റ് ചെയ്യില്ല. നമുക്ക് എവിടെയെങ്കിലും വേറെ എവിടെയും ബിരിയാണിയോ പൊറോട്ടോ കഴിക്കാൻ പോവാന്ന് പറയും. അങ്ങനെ ഇത് മിസ്സാക്കുന്ന എന്റെ ഫേവറേറ്റ് ആണ് ഈ ഭക്ഷണം. ഇത് കഴിക്കൂല, ഇഷ്ടല്ല. സൂപ്പർ സാധനം കേട്ടോ. ഇതാണ് ഇത്രയും കാലം മിസ്സാക്കിയത്. ഇനി എന്നും നമ്മൾ ഇത് കഴിക്കും. എന്തൊരു അഭിനയം. ജോൺ ചേട്ടന്റെ കയ്യിലുണ്ട്. ഇതിന്റെ സെയിം വെള്ളയുണ്ട്, അതിന് ഐരു എന്ന് ഞങ്ങൾ പേരിട്ടു. ഐരാവതത്തിന്റെ ഷോർട്ട് ഫിലിം ഐരു. ടാറ്റ പറഞ്ഞിട്ടൊക്കെയാ പോകുന്നത്. വേഗം വരാട്ടോ. അടുത്ത ഗിഫ്റ്റിനായി രശ്മി ചേച്ചിയെ സമീപിക്കുക. ചേച്ചി അതാണോ ഫ്രൂട്ട്സ്? അങ്ങനെ ഞാൻ തരില്ല, ഇത് എന്റെ കയ്യിലുണ്ട്. പക്ഷെ തരില്ല. അതെന്താ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ചല്ലേ ആയിട്ടുള്ളൂ, റൊമാൻസ് ഒക്കെ ഇങ്ങനെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് നിങ്ങളുടെ റൊമാൻസ് ഒന്ന് കാണണം. കണ്ണും ഇങ്ങനെ നോക്കിയിരുന്നാ മതി. ഒരു മിനിറ്റ്. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? ഓക്കെ. നീങ്ക മാട്ടേ നീങ്കിനാ തൂങ്ക മാട്ടേ சேர்ந்ததே நம் ஜீவனை சுந்தரி கண்ணால் ஒரு செய்தி சொல்லடி இந்நாளல்ல தேதி என்னையே கண்டேன் உனக்காக ஜன்மமே கொண்டேனதற்காக.
ജന്മനേ